ഹലോ ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾ കുറച്ച് നാളായി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ്. നമ്മളെ വൈദ്യുതി ബില്ലെടുത്തു കഴിഞ്ഞാൽ എണ്ണമില്ലാത്ത തരത്തിൽ ഐറ്റംസാണ്. ഇന്നതിന് ഇത്ര രൂപ, ഇന്നതിന് ഇത്ര രൂപ, അങ്ങനെ അവരുടെ പ്രാർത്ഥന മൂലം ഓരോന്ന് കട്ട് ചെയ്ത് വരികയാണ്. ഏപ്രിൽ 1 മുതൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന സോളാർ ജനറേഷൻ്റെ സെൽഫ് ജനറേഷൻ്റെ ഡ്യൂട്ടി ഇല്ലാതാക്കി. പക്ഷേ അത് നമ്മിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു തരും എന്ന് പറഞ്ഞിട്ടും അത് തന്നിട്ടില്ല. ഇപ്പോൾ മറ്റൊരു വിശേഷം കൂടി എത്തിയിരിക്കുന്നു. മീറ്റർ വാടക, പിന്നെ ടെസ്റ്റിംഗ് ഫീസ്, പിന്നെ വൈദ്യുതി കണക്ഷനുള്ള ഫീസ്, മീറ്റർ മാറ്റി വയ്ക്കുന്നതിനുള്ള ഫീസ്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് വേണ്ടിയതിനുള്ള ഫീസ്, സർവീസ് ലൈൻ മാറ്റി സ്ഥാപിക്കുക അതിനുള്ള ഫീസ്, അങ്ങനെ ഈ പറയുന്ന സേവനങ്ങൾക്കെല്ലാം ഉള്ള നികുതി ഒഴിവാക്കിക്കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയുണ്ടായി. ആ വിശേഷമാണ് ഇന്നെനിക്ക് പങ്കിടുവാനുള്ളത്. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഓർഡർ. ഇതിൻ്റെ എഫക്റ്റ് ഒക്ടോബർ 10 മുതലാണ്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇനി മുതൽ GST ഇല്ല. അതായത് നികുതി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സേവന നികുതി എല്ലാം ഏകീകരിച്ച് ഒരൊറ്റ നികുതിയേ ഉള്ളൂ. ആ നികുതിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഇല്ലാതാക്കിയത്. അത് നമ്മുടെ ബില്ലിൽ നിന്നും 18% വാങ്ങിക്കൊണ്ടിരുന്നത്. മീറ്റർ റെൻറ്റ് 30 രൂപ വാങ്ങിച്ച സ്ഥലത്ത് 9% സെൻട്രൽ ഗവൺമെൻറ് GST, 9% സ്റ്റേറ്റ്, അങ്ങനെ മൊത്തം 18% വാങ്ങിക്കൊണ്ടിരുന്നത്. ആ മീറ്റർ റെൻറ്റ് കൂടാതെ ബാക്കി ഒരുപാട് സർവീസുകൾക്ക് ഇപ്പോൾ ഇത് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 2017 ജൂണിൽ ഇറങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ടേബിളിൽ 25 എന്ന് പറയുന്ന നമ്പർ കഴിഞ്ഞിട്ട് ഇത് ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളെ ബാധിക്കുന്ന പോയിന്റ്. ഇപ്പം നമുക്കെല്ലാം സന്തോഷകരമായ ഒരു വാർത്തയാണിത്. കേരളത്തിലെ KSBയുടെ ബില്ലിൽ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം ഐറ്റംസ് കടന്നുകൂടിയിട്ടുണ്ട്. ഇതുപോലെ ഓരോന്ന് കട്ടായി വരട്ടെ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ കൂടി ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ആ നോട്ടിഫിക്കേഷൻ. ഈ ടേബിളിൽ 25ാമത്തെ ഐറ്റം കഴിഞ്ഞിട്ട് 25A ആയിട്ട് കയറ്റുവാനായിട്ടാണ് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിലെ 25 എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ട്രാൻസ്മിഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ബൈ ആൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ യൂട്ടിലിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പാർട്ടായിട്ട് കിട്ടുന്നതാണ്. ആ കറണ്ട് ചാർജിന് അല്ലെങ്കിൽ എനർജി ചാർജിന് ഒരു കാരണവശാലും GST ഇല്ല. അതാണ് ഇതിൻ്റെ മീനിങ്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഐറ്റം ആഡ് ചെയ്യുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ട്? മീറ്ററിംഗ് എക്വിപ്മെൻറ്റ് ഓൺ റെൻറ്റ്, പിന്നെ ടെസ്റ്റിംഗ് ചാർജുകൾ, എനർജി മീറ്റർ ടെസ്റ്റ് ചെയ്യുന്നതും, ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ എക്സെട്ര മുതലായ ഐറ്റംസ് ടെസ്റ്റ് ചെയ്യുന്നതിന് ഇനി മുതൽ GST വാങ്ങുവാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കുന്ന ആ ഫീസിൽ, മീറ്റർ ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ, ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യുന്നതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇനി മുതൽ ഈ പറയുന്ന GST ഇൻക്ലൂഡ് ചെയ്യുവാൻ സാധ്യമല്ല. ഈ ഓർഡറിൻ്റെ കോപ്പി ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോളാർ പ്രൊസ്യൂമേഴ്സിൽ നിന്നും അവരുടെ സെൽഫ് ജനറേഷനുള്ള ഡ്യൂട്ടി അനധികൃതമായി തന്നെ, അങ്ങനെ തന്നെ ഞാൻ പറയും, അനധികൃതമായി തന്നെ സർക്കാർ വാങ്ങിക്കുകയുണ്ടായി. അവസാനം അത് സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യം വന്നു. അത് പിൻവലിച്ചിട്ടും അതിൻ്റെ പിരിവ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെ അത് നിർത്തലാക്കി. പക്ഷേ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2 മാസത്തിൽ കൂടുതലായി. ഇപ്പോൾ വരുന്നതിലും ആ വാങ്ങിയ തുക തിരിച്ചു തരുന്നതായി യാതൊരു ലക്ഷണവും കാണുന്നില്ല. ശരിക്കും സെൻട്രൽ ഗവൺമെൻറ് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളതാണ് ആ തരത്തിലൊരു ഡ്യൂട്ടി വാങ്ങരുതെന്ന്. എങ്കിലും കേരള സർക്കാർ അത് വാങ്ങിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ വാങ്ങിക്കാതിരുന്നപ്പോഴാണ് ഇവിടെ അത് വാങ്ങിച്ചു കൊണ്ടിരുന്നത്. അതേപോലൊരു പുതിയ ഐറ്റം നമുക്ക് കിട്ടിയിരിക്കുകയാണ്.
GST. ഇനി നമ്മുടെ നാട്ടിൽ ഇത് എന്ന് സ്റ്റോപ്പ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ വേറൊരു നോട്ടിഫിക്കേഷൻ ഇറക്കേണ്ടി വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയായാലും KSEBയുടെ ഈ ഉപഭോക്താക്കൾക്ക് ഈ ഒരു ലൈസൻസിയോടെ KSEBയോടെ കൂടുതൽ കൂറുണ്ടാകുവാൻ ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് കാലതാമസമില്ലാതെ നടപ്പാക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോടും ഒരു നന്ദി കാണുകയുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ യൂട്യൂബിലും പത്രങ്ങളിലും ദിനംപ്രതി KSEBയെ കരിതേച്ചുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ട്. KSEB എന്ന് കാണിച്ചാൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുകയാണ്. നിങ്ങൾ ഉപഭോക്തൃ സമിതികൾ രൂപീകരിക്കുകയുണ്ടായി, ഉപഭോക്താക്കളുമായി കൂടുതൽ അടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ച ഈ ജനറേഷൻ ഡ്യൂട്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു തരുവാനും അതുപോലെ തന്നെ ഈ GST പെട്ടെന്ന് തന്നെ നമ്മുടെ ബില്ലുകളിൽ നിന്നും ഒഴിവാക്കുവാനും നിങ്ങളുടെ ഇടയിലുള്ള ആത്മാർത്ഥതയുള്ള ജോലിക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് സത്വര നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ്. ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.